കായംകുളം ഭരണിക്കാവ് മേഖലയിൽ രാജവെമ്പാല പാമ്പിനെ കണ്ടതായി വാർത്ത പരന്നതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്നേക്ക് റെസ്ക്യൂവറും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആലപ്പുഴ RRT സംഘത്തലവനായ റേഞ്ച് ഓഫീസർ ജോസ്മോൻ ദേവസ്യ, അംഗീകൃത സ്നേക്ക് റെസ്ക്യൂവർ ചാർലി വർഗീസ് തുടങ്ങിയവരാണ് എത്തിയത്. വാർത്ത അടിസ്ഥാനമില്ലാത്തതാണെന്ന് ചാർലി വർഗീസ് പറഞ്ഞു. കായംകുളം മേഖലയിൽ രാജവെമ്പാല പാമ്പ് ഇറങ്ങി എന്ന രൂപത്തിൽ വാർത്തകൾ പ്രചരിച്ചതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി. അതേസമയം വാർത്തകൾ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അംഗീകൃത സ്നേക്ക് റെസ്ക്യൂവറും സ്ഥലത്തെത്തി ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. എന്നെപ്പോലുള്ള റെസ്ക്യൂവേഴ്സ് കേരളത്തിന്റെ 14 ജില്ലകളിലും സർപ്പ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യാൻ ലൈസൻസ് ഉള്ള, ശാസ്ത്രീയമായിട്ട് റെസ്ക്യൂ ചെയ്യാൻ മികവുള്ള റെസ്ക്യൂവേഴ്സ് കേരളത്തിന്റെ 14 ജില്ലകളിലുണ്ട്. അതുപോലുള്ള ഒരു റെസ്ക്യൂറാണ് ഞാൻ. പാമ്പുകൊടുത്തല്ല, രക്ഷകരനാണ്. പാമ്പുകൾക്കും മനുഷ്യർക്കും രക്ഷകരായിട്ട് പ്രവർത്തിക്കുന്ന റെസ്ക്യൂവേഴ്സ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം മുടക്കി ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ ആരോഗ്യം എല്ലാം ചെലവഴിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ വരെ തന്നെ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. പറഞ്ഞ രാഷ്ട്രീയം മനസ്സിലായിട്ടാണ് സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പാതിരാത്രി, ഇന്നലെ രാത്രി ഞാൻ 12 ആയപ്പോഴാണ് കിടന്നുറങ്ങി. ഒരിടത്തുനിന്ന് വിളി വന്ന് ഇങ്ങനെ ചെയിൻ സർവീസ് പോലെ ഇങ്ങനെ പോകാൻ. അപ്പം അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിന്നപ്പോ പല കോളുകൾ വരിക. അപ്പൊ നിങ്ങളൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിനെ കിങ്കോബ്രയാകട്ടെ, റസൽസ് വൈപ്പർ ആകട്ടെ, അഥവാ അണലി ആകട്ടെ. ഇപ്പൊ കായംകുളം മേഖലയിൽ നമുക്കുണ്ടെന്ന് പറയുന്നത് ഈ 3.5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് കായംകുളം മേഖലയുണ്ടെന്ന് പറഞ്ഞാൽ റസൽസ് വൈപ്പർ മാത്രമേ ഉള്ളൂ, അഥവാ അണലി, ചേനത്തണ്ടൻ. ആലപ്പുഴ RRT സംഘത്തലവനായ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോസ്മോൻ ദേവസ്യ, ഓഫീസർ സോജൻ ലാൽ, അംഗീകൃത സ്നേക്ക് റെസ്ക്യൂവറായ ചാർലി വർഗീസ് എന്നിവരാണ് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രദേശത്തെത്തിയത്. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ സ്ഥലത്തെത്തി ജനങ്ങളോട് സംസാരിച്ചു. ഇതോടെയാണ് ആശങ്കയൊഴിഞ്ഞത്. CDNet ന്യൂസ്, കായംകുളം.